ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് ലൈഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നടന്നുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് അല്ലേ. നമ്മൾ നടന്നല്ല, അതായത് നമ്മൾ കുറച്ച് ദൂരം വന്നതാണ്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു ദൂരത്ത് ഒരു വലിയൊരു സംഭവത്തെ കാണാൻ വേണ്ടി വന്നതാണ്. ആ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, കാരണം ഞാൻ കഴിഞ്ഞ അതിൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഓക്കെ, അതെന്താണെന്ന് കാണണ്ടേ? ഇതാ കണ്ടോ കണ്ടോ, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഹമ്മർ H1ൻ്റെ മോഡലാണ്. ഇത് ഹമ്മർ കമ്പനി ഇറക്കുന്നതല്ല, നമ്മുടെ അബുദാബി ഷെയ്ക്ക് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തെടുത്ത ഒരു ഹമ്മറിൻ്റെ വണ്ടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വലുപ്പം തന്നെയാണ്. അതിലും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വർക്കിംഗ് കണ്ടീഷനിലാണ്. ഇത് ഓടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന കണ്ടീഷനിലാണ്. 4 ടയേഴ്സും അതുപോലെ എൻജിൻസും എല്ലാം കൊടുത്തിട്ട് വർക്കിംഗ് കണ്ടീഷനിലാണ് ഈ ഒരു വാഹനം ഉള്ളത്. അപ്പം ഇതിനെ ഒന്ന് അടുത്ത് കാണാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഹമ്മർ H1ൻ്റെ അടുത്തോട്ട് പോയി ഒന്ന് അടുത്ത് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുമല്ലോ അല്ലേ. ഇതിൻ്റെ ടയറിൻ്റെ വലുപ്പമൊക്കെ നോക്കിയേ. അതായത് ഞാൻ ഈ ടയറിൻ്റെ പാതി ആ ഒരു റേഞ്ചേ വരുള്ളൂ. അതിനേക്കാട്ടിൽ ഇത്രയും ഹൈറ്റിലാണ് ഇതിൻ്റെ ടയറിൻ്റെ ഒരു വലുപ്പം എന്ന് തന്നെ. ഇതിൻ്റെ ടയർ എന്ന് പറയുന്നത് US ശരിക്കുമുള്ളൊരു വാഹനത്തിൻ്റെ തന്നെ ഒരു ടയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെള്ളത്തിലും കരയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനത്തിൻ്റെ ടയർ, ഒറിജിനൽ ടയറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് വർക്കിംഗ് കണ്ടീഷനാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. അപ്പം ഇത് ഓടിക്കാൻ പറ്റുന്നത്, ഓടിച്ചുകൊണ്ട് വന്ന ഒരു വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ ടയറും ആ ഒരു ഒറിജിനൽ ടയർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഇവിടുത്തെ എൻജിനീയേഴ്സ് പറഞ്ഞത്. പിന്നെ ഇവിടെ എന്തോ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ വർക്ക് ഇതുവരെ പൂർണ്ണമായിട്ട് തീർന്നില്ല, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴെക്കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ടയർ യൂസ് ചെയ്തിരിക്കുന്ന ലാർക്ക് എന്ന് പറയുന്നൊരു വാഹനത്തിൻ്റെ ആണെന്ന് പറഞ്ഞില്ല, US ആർമി യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തന്നെ എൻജിൻസാണ് ഇതിന് വന്നിരിക്കുന്നത്. 4 എൻജിൻസാണ് ഈ ഒരു വാഹനത്തിൽ വെച്ചിരിക്കുന്നത്. 4 എൻജിൻസ് വെച്ചിട്ടാണ് ഈ ഒരു ബിഗ്ഗസ്റ്റ് ഹമ്മർ വർക്ക് ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ കാണുമ്പോൾ ഇതൊരു വർക്കിംഗ് കണ്ടീഷനാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കൗതുകം വരുന്നത് അല്ലേ. അത് ഇത്രയൊരു വലിയൊരു വാഹനം ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ഡമ്മി ആയിട്ടുള്ളൊരു വാഹനം ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ടാസ്ക് തന്നെയാണ്. എങ്കിലും അത് അത്ര നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇത്രയും വലിയൊരു വാഹനം എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഇതിൻ്റെ വലുപ്പം നോക്കും, ഒരു 2 നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് കാണിച്ചു തരാം. അപ്പം അകത്തോട്ട് കാണുമ്പോൾ നമുക്ക് കൂടുതൽ വണ്ടിയെപ്പറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഹമ്മറിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ബാക്ക് സൈഡിലെ വലുപ്പമൊക്കെ ഉണ്ട്. ബാക്കിൽ ഗ്ലാസ് ഒക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ടൊക്കെ പോകാം. നോർമൽ സൈഡിലൂടെ കയറുന്ന പോലല്ല, ഇതിൻ്റെ അകത്തൂടെ അടിയിൽ കൂടാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വരുന്നത്. ഇവിടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ തല നമ്മൾ നേരെ എണ്ണിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ തല ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്യുന്നേ ഉള്ളൂ, അത്ര ഹൈറ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നതും ഇതിനേക്കാട്ടിലുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് അങ്ങനത്തെ ഒരു പർപ്പസിനുള്ള ഒരു വാഹനം അല്ലല്ലോ. ജസ്റ്റ് ഒരു ഷോയ്ക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വാഹനം എന്നുള്ളത് നമ്മുടെ അബുദാബിയുടെ ഷെയ്ക്കിൻ്റെ വാഹനമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിട്ടുള്ളൊരു വാഹനം ആണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു വാഹനം തന്നെയാണിത്. അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത്, അദ്ദേഹം തന്നെ ആൾക്കാരെ വെച്ച്, എൻജിനീയേഴ്സിനെ വെച്ച് ഉണ്ടാക്കിയൊരു വാഹനമാണ്. ഏകദേശം 1 വർഷത്തോളമാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി വന്ന സമയം എന്ന് പറയുന്നത്. പുറത്തുനിന്ന് അത്രയും വലിയൊരു ഷോ കണ്ടപ്പോൾ അകത്ത് അത്രയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. കാരണം അകത്ത്
ഒരു റൂം പോലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഫ്രണ്ടിലെ വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇത് നോർമൽ ഓടിച്ചു പോകുന്ന പോലെ ഓടിച്ച് പോകുന്ന വാഹനമല്ല. അതുകൊണ്ട് തന്നെ കുറേ സെക്യൂരിറ്റീസും സൈഡിൽ കുറേ അസിസ്റ്റൻസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഈ ഒരു വാഹനം അങ്ങനെയാണ് ഇത് ഓടിച്ച് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇത് ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഏതെങ്കിലും മ്യൂസിയത്തിൽ ഏതെങ്കിലും എക്സിബിഷനോ അങ്ങനെ വല്ലതും പ്രദർശിപ്പിക്കാനും മാത്രമുള്ള ഒരു വാഹനമാണ് ഇത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പർപ്പസാണ് ഇതിന് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് വെച്ചിട്ടാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. കണ്ടോ, 4 എഞ്ചിൻ്റെ ത്രോട്ടിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. 4 എഞ്ചിന് വെച്ചിട്ടാണ് ഈ ഒരു വാഹനം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് 4 എഞ്ചിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിൻ്റെ RPM മീറ്റേഴ്സും ടാക്കോമീറ്റേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് ഒരുമാതിരി ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ് പോലെ ഇരിക്കുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ആ സ്റ്റിയറിംഗ് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ സൈഡിൽ അതിൻ്റെ വേറെ മെഷീനറീസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നീട് 4 സ്ക്രീനുണ്ടോ. ഈ 4 സ്ക്രീനും ക്യാമറാസ് വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പുറത്ത് മൊത്തം ക്യാമറാസ് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ കാണിക്കും. ആ ക്യാമറാസിൻ്റെയാണ് ഈ 4 സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്ക് സൈഡിൽ ഇരുന്നാണ് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മുടെ ബോട്ടൊക്കെ ഓടിക്കുന്ന പോലെ ബാക്ക് സൈഡിൽ ഇരുന്നാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടുന്ന് കണ്ടോ, ഈ ഒരു വ്യൂവിലാണ് ഇത് കാണുന്നത്. കണ്ടോ, പിന്നീട് വിശാലമായിട്ടുള്ളൊരു റൂം പോലാണ് ഇതിൻ്റെ ഇൻസൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പിന്നീട് ഒരു വാഷ്റൂം വരുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ചെറിയൊരു കിച്ചണും ഇതിനോടൊപ്പം ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻജിൻ റൂമൊക്കെ നമുക്ക് സൈഡിൽ ചെറുതായിട്ട് കാണാൻ പറ്റും. പിന്നീട് ഓരോ വർക്ക് കഴിയുമ്പോഴും അപ്പം തന്നെ അവർ ക്ലീൻ ചെയ്താണ് അവർ ഓരോ വർക്കും ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പും അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഇതിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതുവഴിയാണ് നമ്മൾ കയറിയത്. കണ്ടോ, ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നാണ് നമ്മൾ കയറിയത്. അങ്ങനെ പുറത്തിറങ്ങി ഇതുകൊണ്ട് ഇതിൻ്റെ അടുത്തായിട്ട് ഫോർഡിൻ്റെ ഒരു ഒറിജിനൽ ട്രക്കൊക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ക്രെയിനൊക്കെ വെച്ചിട്ടായിരിക്കും കയറ്റിയത്. ബാക്കിലെ വലുപ്പം കണ്ടോ, മുമ്പ് ഞാൻ കാണിച്ചിരുന്നില്ല. ഇതിന് ബാക്കിലെ ഹുക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ വെയിറ്റ് കണ്ടോ, നമ്മൾ ഡമ്പലൊക്കെ വെച്ച് പൊക്കുന്ന പോലത്തെ ആ ഒരു വെയിറ്റ് ഉണ്ട്. ഒരു 10 കിലോയിലും കാണും ആ ഒരു സാധനം മാത്രം. 2 സൈഡിലും വന്നിട്ടുണ്ട്. ഇവിടുന്ന് എക്സസൈസ് ചെയ്തിട്ട് പോയാലോ. പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് നമ്മൾ സ്ക്രീൻസ് കണ്ടില്ലേ, ആ സ്ക്രീൻസിൻ്റെ ക്യാമറാസ് ഒക്കെ സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത് വർക്ക് കൺട്രോൾ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഒക്കെ വന്നതിലേ പറ്റുള്ളൂ. കണ്ടോ, ക്യാമറാസ് ആണ് വന്നിരിക്കുന്നത്. ക്യാമറാസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലും 4 സൈഡിലും ക്യാമറാസ് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ എല്ലാ സൈഡും കാണാനായിട്ട് പറ്റും. അതിൻ്റെ ആ ടയറിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടോ. ഫ്രണ്ടിലും അതുപോലെ തന്നെ ഹുക്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം പക്ഷേ ഇത് എങ്ങനെ കെട്ടിവലിക്കും, ഏത് വണ്ടി വെച്ചായിരിക്കും ഇത് കെട്ടിവലിക്കേണ്ടത് എന്നൂടെ ആലോചിച്ച് നോക്കി. കാരണം ഇത്രയും വലിയൊരു വാഹനം, ഇത് എത്ര ടൺസ് ആണെന്നുള്ളത് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അത്രയും ടണ്ണ് ഉള്ളൊരു വാഹനം ഏത് വാഹനം വെച്ചായിരിക്കും കെട്ടിവലിക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് ഊഹിച്ച് നോക്ക്. കണ്ടോ, ഇതിൻ്റെ ടയർ ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ എയർ പ്രഷർ, അതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ടയറിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്ന വാൽവും കാര്യങ്ങളൊക്കെ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ വാട്ടർ കണക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അതായത് ടോയ്ലറ്റ്, ബെഡ്റൂം, വാഷ്റൂം ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ വാട്ടർ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. പിന്നീട് താഴത്തെ സെൻസറും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനുണ്ടോ വാട്ടർ കണക്ഷൻസിൻ്റെ വാൽവൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നീട് എൻജിൻ നമ്മൾ കാണിച്ചിരുന്നല്ലോ. എൻജിൻ അകത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹമ്മർ H1 എന്ന് പറയുന്നത്. ഇത് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയ ഒരു വാഹനമാണ്. കാരണം ഞങ്ങൾ വന്ന കാറും ഈ ഒരു കാറും കൂടെ വെച്ചിട്ടുള്ളൂ. ഇതിന് കാറെന്ന് പറയാൻ പറ്റില്ല, ഇത് രണ്ടിനെയും വെച്ചുള്ളൊരു കമ്പാരിസൺ നോക്കിയതാണ്. കണ്ടോ, വലുപ്പത്തിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടോ. ഈ കാറ് ഇതിൻ്റെ അടിയിൽ കൂടെ പോകാനുള്ള ഇതുണ്ട്, അത്രയും സ്പേസ് ഉണ്ട് അതിൻ്റെ അടിയിൽ കൂടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു 10-1 വേണം നമുക്ക് പറയാം. അത്രയും വലുപ്പം, 10-1 അതിലും ചെറുതാണ് നമ്മുടെ നോർമൽ കാർസ് എന്ന് പറയുന്നത്. നമ്മുടെ CRV ആണ്. CRV എന്ന് പറയുമ്പോൾ ഒരു SUV ആണല്ലോ വരുന്നത്. അപ്പം ആ ഒരു വലുപ്പത്തിൽ വെച്ചിട്ട് പോലെ ഇതൊരു ചെറിയ വണ്ടിയായിട്ടാണ് ഇതിൻ്റെ കൂടിട്ടേക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഹമ്മർ H1, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഹമ്മർ H1 നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് അവിടുന്ന് അടുത്ത വണ്ടി കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അടുത്ത വണ്ടി ഒരു നോർമൽ വാഹനമേ ഉള്ളൂ, പക്ഷേ വലുപ്പം കണ്ടാൽ നിങ്ങൾ ഞെട്ടും.
നമ്മുടെ നോർമൽ ജീപ്പ്, അതായത് നമ്മുടെ നോർമൽ മഹീന്ദ്രയുടെ താറൊക്കെ പോലത്തെ ഒരു വാഹനം തന്നെയാണ്. അതിൻ്റെ ഒരു ബിഗ് വേർഷൻ എന്നേ ഉള്ളൂ. ശരിക്കുള്ള പണ്ടത്തെ ജീപ്പിൻ്റെ ബിഗ് വേർഷൻ കണ്ടോ. അതിൻ്റെ ആ ഒരു വലുപ്പം കണ്ടോ. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ. അവരും വാഹനം കാണാനായിട്ട് വന്നവരാണ് കണ്ടോ. അവർ വാഹനം കാണാനായിട്ട് വന്നവരാണ്. ഇതും ഏകദേശം എനിക്ക് തോന്നുന്നു അതിലും ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അടിവശത്തൊക്കെ അതിൽ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെയും ടയേഴ്സ് ഒറിജിനൽ ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. നമുക്ക് ഇതിൻ്റെയും ഉള്ളിലോട്ട് നമ്മൊന്ന് കയറി നോക്കാം, എന്താണ് ഉള്ളിലുള്ളതെന്നൊന്നും അറിയാമല്ലോ. അപ്പം പുറം കാണുന്നത് വെച്ചിട്ടുള്ള അകത്തുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഓപ്പൺ സ്പേസ് എന്നേ ഉള്ളൂ കണ്ടോ. ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിന് ഡ്രൈവിംഗ് സീറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊരു ഡമ്മി വാഹനം പോലെ തന്നെയാണെന്ന് തോന്നുന്നു കൊടുത്തിരിക്കുന്നത്. ആ ഒരു വലിപ്പം കണ്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ മുകളിൽ എയറിൽ കയറി നിൽക്കുന്നത് നമ്മുടെ ഫോർഡിൻ്റെ റാപ്റ്റർ അല്ലെന്ന് തോന്നുന്നു, ഇത് വേറെ വാഹനമാണെന്ന് തോന്നുന്നു. ഫോർഡിൻ്റെ വണ്ടി അതോ റാപ്റ്റർ ആണോ ഉണ്ടോ. അത് വെച്ചിട്ട് നമ്മുടെ ഹമ്മർ, നമ്മൾ വന്ന വണ്ടി കൊണ്ട് അവിടെ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അതിൻ്റെ അവിടെ നമ്മുടെ വലിയ ബിഗ്ഗസ്റ്റ് ഹമ്മറും കിടക്കുന്നു. അതിൻ്റെ വേറെ ഡോഡ്ജിൻ്റെ ഒക്കെ വേറെ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. വേറെ ട്രക്കുകളൊക്കെ വലിയ ടയർ വെച്ച നോർമൽ വെഹിക്കിളാണ്. വലിയ ടയർ വെച്ച നോർമൽ വെഹിക്കിൾ കാണാൻ സാധിക്കും. കണ്ടോ വലുപ്പം കണ്ടോ, വ്യത്യാസം കണ്ടോ. അതായത് വാഹനത്തിൻ്റെ വലുപ്പം സെയിം തന്നെ, ടയറിൻ്റെ വലുപ്പത്തിലാണ് അതിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഷാർജയിലെ മദാം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ മസാഫിയൊക്കെ കഴിഞ്ഞ് ഫുജേറയ്ക്ക് പോകുന്ന റൂട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു മ്യൂസിയം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം. അപ്പം ഇവിടെ ഉള്ളവർക്ക്, കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ലൊക്കേഷൻ നോക്കി ഇവിടെ വന്ന് ഇത് കാണാൻ പറ്റുന്നതാണ്. കുറേ വെഹിക്കിൾസ് ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വേറെ കുറേ വെഹിക്കിൾസ് ഉണ്ട്. നമ്മുടെ ഒരു ആഗ്രഹം ഈ ഒരു S1 ഹമ്മർ കാണണമെന്നായിരുന്നു. അതേതായാലും സാധിച്ചു. എൻ്റെ കൂടെ നമ്മൾ ജീപ്പ് കണ്ടു, ഇതൊക്കെ കാണാനായിട്ട് പറ്റി. ഇപ്പോൾ കാണുക എന്ന് പറയുന്നത് ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇത്രയും വലുപ്പത്തിലുള്ളൊരു വാഹനം നിർമ്മിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. അപ്പം അതൊരു കാണാനുള്ളൊരു കാഴ്ച തന്നെയാണ്, കാണാനുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അത് പുറത്തുനിന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അകത്തോട്ട് കയറിയാൽ വേണ്ട. കാരണം ഇത് നോർമൽ ഒരു റൂം പോലെ ഇത് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു റൂം പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് കാണാൻ നല്ലൊരു ഭീകര ജീവിതം തന്നെയാണിത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇതുപോലുള്ള വെറൈറ്റി വാഹനങ്ങളുടെ വീഡിയോ, നമ്മുടെ ഈ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതുപോലുള്ള വേറെ വാഹനങ്ങൾ നമ്മുടെ ചാനൽ വൈകാതെ വരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.